ഹായ് ഹലോ വ്യൂവേഴ്സ്, ഫുഡ്സ് അഗൈൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഐറാസ് ഫാഷൻ വേൾഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം യാനി. ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഏറ്റവും പുതിയ പാറ്റേണിലുള്ള ഒരു അജ്രക്കിൻ്റെ പാനൽ കട്ട് സൂപ്പർബായിട്ട് ഒരു പ്രീമിയം സ്റ്റൈൽ പാനൽ കട്ട് കുർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ലാസ്റ്റ് ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വെച്ചിട്ടും അത്രയ്ക്ക് സൂപ്പർബായിട്ടുള്ള കുർത്തിയാണ്. കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വാങ്ങിപ്പോകും, അത്രയ്ക്ക് ഭംഗിയാണ്. യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഡ്രസ്സിൻ്റെ ഡീറ്റെയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് സൂപ്പർബായിട്ടുള്ള ഒരു ക്രീം ആൻഡ് നല്ലൊരു എന്താ പറയുക ബ്രിക്ക് റെഡ് കളറിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള പാനൽ കട്ട് കുർത്തിയാണ്. ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു നെക്കിൻ്റെ പോർഷനിൽ വന്നിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഹാൻഡ് മിറർ വർക്കും ഷുഗർ ബീഡ് വർക്കും കട്ട് ബീഡ് വർക്കും ബീഡും എല്ലാം കൊണ്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഹെവി ആയിട്ടുള്ള നെക്ക് വർക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഇതിൻ്റെ ഓപ്പൺ വ്യൂ ഒന്ന് നോക്കാം. എൻ്റെ ഓപ്പൺ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. നല്ല ഭംഗിയുള്ള ഫുൾ ഫ്ലെയറിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പാനൽ കട്ടാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു പ്രീമിയം സ്റ്റൈലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് ഫാബ്രിക്കിന് ഏകദേശം 4 മീറ്റേഴ്സോളം ആവുന്നുണ്ട്. അപ്പോൾ ഫാബ്രിക്കിന് തന്നെ പെർ മീറ്റർ 360 വരെ ഷോപ്പുകളിൽ മേടിക്കുന്നുണ്ട്. അപ്പം ആ ഒരു റേഞ്ചിലുള്ള നല്ല പ്യുവർ കോട്ടണിൽ പ്യുവർ വെജിറ്റബിൾ കോട്ടണിൽ വന്നിട്ടുള്ള പ്യുവർ അജ്രക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് കേട്ടോ. നമ്മളാണെങ്കിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഫാബ്രിക് ഒക്കെ എവിടെ നിന്ന് നടക്കുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ അജ്രക്കിൻ്റെ പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക് കിട്ടുന്ന 2 സ്ഥലങ്ങളുള്ളൂ ഇന്ത്യയിൽ. ഒന്ന് വന്നിട്ട് ഗുജറാത്തും ഒന്ന് വന്നിട്ട് രാജസ്ഥാനുമാണ്. രണ്ട് സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് എടുക്കുന്ന ഫാബ്രിക്കാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, അത്രത്തോളം ഭംഗിയാണ്, അത്രത്തോളം എക്സ്പെൻസീവുമാണ് ഈ ഒരു ഫാബ്രിക്കിന് വരുന്നത്. എങ്കിലും മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് നിങ്ങളിൽ എത്തിക്കാനായിട്ട് നോക്കുന്നത്. പിന്നെ റേറ്റ് കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് ആക്ച്വലി അജ്രക്കിൻ്റെ ഫാബ്രിക്കിൻ്റെ, അതായത് ഒറിജിനൽ അജ്രക്കിൻ്റെ ഫാബ്രിക്കിനെ കുറിച്ച് അറിയാത്തവർ മാത്രമേ നമ്മുടെ ഈ ഒരു ഡ്രസ്സ് റേറ്റ് ആണെന്ന് പറയത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ എല്ലാ ഷോപ്പുകളിലും കിട്ടുന്നത് ക്യാമ്പ്രിക് കോട്ടൺ ആണ്. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് പ്രിന്റിൽ വരുന്ന കോട്ടൺ മിക്സ്ഡ്, അതായത് പോളിസ്റ്റർ മിക്സ്ഡ് കോട്ടണിൽ വരുന്ന പ്രിന്റ് ആണ്. അപ്പം അതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി ഷെയ്ഡ്സിൽ എടുക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെയെന്ന് വെച്ചാൽ നാച്ചുറൽ ഡൈ ആണ്, നാച്ചുറൽ കളേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട് എടുക്കുന്ന ഫാബ്രിക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയും നന്നായിട്ടുള്ള അജ്രക്കിന് പ്യുവർ ഫാബ്രിക് കൊടുക്കുന്ന 2-3 ഷോപ്പുകളുണ്ട്. അപ്പം നമുക്ക് ഫാബ്രിക് കാണുമ്പോൾ തന്നെ അറിയാനും പറ്റും. അത് അറിയാവുന്നവർക്ക്, അതായത് നോർമലി വാങ്ങുന്നവർക്കാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാം. അറിയാത്തവരാണ് 1000 റേഞ്ചിന് താഴെ കിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ 2 മീറ്ററൊക്കെ തന്നെ നമുക്ക് എടുത്ത് ഒരു ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ കൊടുക്കുമ്പോൾ തന്നെ ഒരിക്കലും 1000 റേഞ്ചിന് അത് നിൽക്കത്തില്ല. അത് ഷുവറായിട്ടുള്ള കാര്യമാണ്. റേറ്റ് കൂടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പൊട്ടിക്കിൽ ഒരു ഡ്രസ്സ് കാണിക്കുമ്പോൾ അതിന് അത്യാവശ്യം റേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു 1500 എബോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് വിചാരിക്കണം ആ ഫാബ്രിക്കിന് അത്രത്തോളം ക്വാളിറ്റിയും കാണും, അത്രത്തോളം ഭംഗിയുണ്ടാവും, അത്രത്തോളം നിങ്ങൾക്ക് എന്താ പറയുക ഒരുപാട് തവണ ഉപയോഗിക്കാനും പറ്റുന്ന ഒരു ഐറ്റം ആയിരിക്കും. റേറ്റ് കുറയും തോറും ഫാബ്രിക്കിൻ്റെ എന്താ പറയുക ക്വാളിറ്റിയും കുറയും. അത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒത്തിരി തവണ ഉപയോഗിക്കാനായിട്ട് പറ്റാതെയും വരും. അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ചെസ്റ്റിൻ്റെ പോർഷനിൽ നല്ല ഒത്തിരി ലെങ്ത്തിൽ ബക്കറ്റ് ഷേപ്പ് കൊടുത്തിട്ടുള്ള, ഷോൾഡർ തൊട്ട് നല്ലൊരു ബക്കറ്റ് ഷേപ്പ് കൊടുത്തതിന് ശേഷം അതിലാണ് ഫുൾ കവർ ചെയ്ത് ഹാൻഡ് വർക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഫുൾ പാനൽ കട്ടാണ്. അപ്പം ഈ ഒരു കുർത്തി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം, അല്ലാതെ ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യാം. സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ്. ഒരു എന്താ പറയുക ഒരു 20 ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട്. സ്ലീവിൻ്റെ എൻഡിലായിട്ടും സെയിം പേശിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ചെസ്റ്റിൽ വെച്ചിട്ടുള്ള ഈ ഒരു പേശിൻ്റെ സെയിം കളർ തന്നെയാണ് നമ്മൾ ബോർഡേഴ്സിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ബോർഡേഴ്സിലും അത്യാവശ്യം നല്ല വിട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 48-49 ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട്. ഫ്രണ്ട് ഫുൾ പാനൽസും ബാക്ക് ലൈനാണ് വന്നിട്ടുള്ളത്. ബാക്ക് നെക്ക് ആണെങ്കിൽ കുറച്ച് വൈഡാക്കി കൊടുത്തതിന് ശേഷം അല്പം ഒന്ന് കയറ്റിയാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട്, അത്യാവശ്യം വിട്ടും വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു കുർത്തി വെയർ ചെയ്യുമ്പോഴത്തേനുള്ള ആ ഒരു ജസ്റ്റ് ഒരു ഭംഗിയും കുർത്തിയുടെ റേറ്റും ബാക്കി ഡീറ്റെയിലൊക്കെ നോക്കിയിട്ട് തരാം. കാൽ അലർജി അല്ലേ കേട്ടാ. അപ്പോൾ കണ്ടല്ലേ, ടോട്ടലായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു പാനൽ കട്ട് അജ്രക്കിൻ്റെ പാനൽ കട്ട് കുർത്തി ഈ ഒരു സ്റ്റൈലാണ് വന്നിട്ടുള്ളത്. സൂപ്പർബാണ്, നല്ല എലഗൻ ലുക്കാണ്. അപ്പോൾ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്കിത് ചൂസ് ചെയ്യാം കേട്ടോ. വെറൈറ്റി ആയിരിക്കും. നമ്മുടെ ജോർജറ്റൊക്കെ ഇപ്പോൾ കുറച്ച് ഔട്ട് ഓഫ് ഫാഷനായി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഓർഡേഴ്സ് വരുമ്പോൾ അറിയാൻ പറ്റില്ല. കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം ഇപ്പോൾ കൂടുതലും അജ്രക്കിൻ്റെ പാനൽ കട്ട് കുർത്തീസിലൊക്കെ തന്നെയാണ്. അതിൽ തന്നെ എന്തൊക്കെ വെറൈറ്റി കൊണ്ടുവരാമെന്നാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പാർട്ടി വെയർ, അജ്രക്കിൻ്റെ പാർട്ടി വെയർ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് നമ്മൾ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുള്ളത്. നല്ലൊരു ക്രീം ഷെയ്ഡിൽ നല്ലൊരു എന്താ പറയുക
ഒരു ബ്രിക്ക് റെഡാണ് കേട്ടോ. അതായത് ഒരു മെറൂണും റെഡും ബ്രിക്ക് റെഡും ഒക്കെ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ്. എല്ലാവർക്കും അറിയാമല്ലോ, അജ്രക്ക് എന്ന് പറയുമ്പോൾ പ്യുവർ അജ്രക്കിന് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഇല്ല, ഇച്ചിരി ഒരു ഡൾ ഫിനിഷ് ആയിട്ടുള്ള കളേഴ്സാണ് നമുക്ക് കൂടുതലും അജ്രക്കിൽ കിട്ടാറുള്ളത്. ആ ഒരു ഫാബ്രിക് തന്നെയാണ്. പക്ഷെ അത് വെയർ ചെയ്യുമ്പോഴത്തേനും അതൊരു ഡിസൈൻ ചെയ്ത് എടുക്കുമ്പോഴത്തേനും അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഇപ്പം കണ്ടിലിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ പോർഷനിൽ വന്നിട്ടുള്ള ഈ ഒരു വർക്കാണ്. നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബോർഡേഴ്സ് ആയിട്ടാണെങ്കിൽ കട്ട് ബീഡിൻ്റെ വർക്കും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മൾ സ്വീക്കൻസും കട്ട് ബീഡും ഷുഗർ ബീഡും മിറേഴ്സും ബീഡ്സും ഒക്കെ കൊണ്ടാണ് ഈ ഒരു ചെസ്റ്റ് പോർഷൻ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ലെഗ് വരുന്നത് 48-49 ഇഞ്ചസോളം വരുന്നുണ്ട്. നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട്. അപ്പോൾ ഏത് സൈസിനും ഏത് പ്രായക്കാർക്കും നല്ല എന്താ പറയുക അഫോർഡബിൾ ആയിട്ട് നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ചിട്ട് വെയർ ചെയ്യാൻ പറ്റും. ബാക്ക് എ ലൈനാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ബോർഡേഴ്സ് ആണെങ്കിൽ ഇത്രയും വീതിയിൽ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ സ്ലീവിനും ചെസ്റ്റിനും നമ്മുടെ താഴത്തെ ഹെം ഏരിയയിലും നല്ലൊരു മാച്ചിങ് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തരത്തിൽ കൊടുത്തിട്ടുള്ളത്. നെക്ക് എന്ന് പറയുന്നത് വൈഡായിട്ടുള്ള യൂനെക്കാണ്. പക്ഷേ നമ്മുടെ ഷോൾഡറിലൊന്നും ഇറങ്ങി പോകത്തൊന്നുമില്ല, അത്രയ്ക്കും നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് ആണെങ്കിൽ കുറച്ച് വലിപ്പം കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഈ ഒരു കുർത്തിയുടെ സെയിം ഈ ഒരു ഡ്രസ്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1999 അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പേര് സ്ലീവിൽ കൂടെ വർക്കൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ തന്നെ നിങ്ങൾക്കാണെങ്കിൽ വേണമെങ്കിൽ സ്ലീവിൽ വർക്ക് ചെയ്ത് ചോദിക്കാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സ്ലീവിൽ കൂടെ വർക്ക് വരുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ചുകൂടെ കൂടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് ഈ ഒരു ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യാം. വർക്ക് ഇല്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് 1599 ആയിരിക്കും പ്രൈസ് വരുന്നുണ്ടാവുക. അല്ല ഫുൾ പാനലാണെങ്കിൽ അതിൻ്റെ റേറ്റ് ചേഞ്ച് ആയിരിക്കും. സ്ലിറ്റഡ് ആണെങ്കിൽ ഓരോരോ മോഡൽ അനുസരിച്ചിട്ട് നമുക്ക് പ്രൈസ് ചേഞ്ച് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തരിക. പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ആരും മറക്കേണ്ട യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. Yes.